ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് ഫഹദ് ഫാസിൽ നായകനായി വന്ന ആവേശം ഇപ്പോഴും തിയേറ്ററുകളിൽ നല്ല കളക്ഷൻ റിപ്പോർട്ടോടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. വിഷു പെരുന്നാൾ റിലീസിന് വന്ന ചിത്രം ഇപ്പോഴും തിയേറ്റർ വിട്ടിട്ടില്ല. കാണാൻ വരുന്ന പ്രേക്ഷകർ കുറഞ്ഞിട്ടില്ല. ഇതുവരെ ഈ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം 36 കോടിയും കിട്ടിയിട്ടുണ്ട്. വേൾഡ് വൈഡ് കളക്ഷൻ ചേർത്ത് 80 കോടിയോളം ഇതിനോടകം തന്നെ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഉടനെ തന്നെ വരും ദിവസങ്ങളിൽ ആവേശം 100 കോടി ക്ലബിലോട്ടും എത്തുന്നുണ്ട്. വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത് ധ്യാൻ ശ്രീനിവാസൻ, നിവിൻ പോളി, പ്രണവ് മോഹൻലാൽ, അജു വർഗീസ്, ബേസിൽ ജോസഫ്, ധീരജ് മാധവ്, കല്യാണി പ്രദേശൻ എന്നീ വൻ താരനിരയിൽ വന്ന വർഷങ്ങൾക്കു ശേഷവും ഇപ്പോഴും നല്ല പ്രേക്ഷക അഭിപ്രായത്തോടെ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ ഈ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം 25 കോടിക്ക് മേലെ നേടിയിട്ടുണ്ട്. വേൾഡ് കളക്ഷനാണെങ്കിൽ 70 കോടിയോളം എത്തിയിട്ടുണ്ട്. ഈ ചിത്രവും വരും ദിവസങ്ങളിൽ 100 കോടി ക്ലബിൽ കയറുമോ, എത്ര ദിവസം കൊണ്ട് കയറുമെന്നും വരും ദിവസങ്ങളിലെ തിയേറ്ററുകൾ റെസ്പോൺസുകൾ അനുസരിച്ചിരിക്കും. കഴിഞ്ഞ മാർച്ച് അവസാനം ഇറങ്ങിയ ചിത്രമാണ് ആടുജീവിതം. വളരെ കഷ്ടപ്പെട്ടും ഒത്തിരി നാൾക്ക് ശേഷം ബ്ലസ്സി സംവിധാനം ചെയ്ത് പൃഥ്വിരാജിൻ്റെ ആടുജീവിതം ഇപ്പോഴും ഓഡിയൻസിന് കുറവില്ലാതെ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഈ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം 74 കോടിയോളം ലഭിച്ചിട്ടുണ്ട്. ആകെ കളക്ഷൻ 170 കോടി കടന്നിട്ടുണ്ട്. ഇനി നോക്കാനുള്ളത് 200 കോടിയിലോട്ടാണ്. ആടുജീവിതം റിലീസായി നല്ല കളക്ഷനോടെ തിയേറ്ററിൽ ഓടുന്നതിനിടയിലാണ് ആവേശവും വർഷങ്ങൾക്ക് ശേഷവും ഉണ്ണി മുകുന്ദൻ്റെ ജയ് ഗണേശും തിയേറ്ററുകളിൽ എത്തുന്നത്. എങ്കിലും ആടുജീവിതം എന്ന പൃഥ്വിരാജ് ചിത്രത്തിന് കളക്ഷനെ ഒന്നും ഇതുവരെ വലിയ രീതിയിലൊന്നും ബാധിച്ചിട്ടില്ല. എൻ്റെ ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും നന്ദി. എൻ്റെ ഈ വീഡിയോയും ചാനലും നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമോ ഇഷ്ടമോ ആയെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.